Hello friends, welcome to Cooperative Winner. Junior Cooperative Inspectorയുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സിലെ 21ാമത്തെ വീഡിയോ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാർട്ട് 20 വരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് 21ാമത്തെ വീഡിയോ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്നുള്ള ഏരിയ എന്താണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്, അതുപോലെ തന്നെ പ്രൊമിസറി നോട്ട്സ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ തുടർന്നും ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്, അതുപോലെ തന്നെ പ്രൊമിസറി നോട്ട്. പിന്നെ ഈ ഒരു ചാനലിൽ ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു. ഫാദേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ്, അതുപോലെ തന്നെ വേറൊരു വീഡിയോയും കൂടെ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു, ബാങ്കർ ആൻഡ് കസ്റ്റമർ റിലേഷൻഷിപ്പ്. അപ്പോൾ ആ വീഡിയോയ്ക്കൊന്നും ഒരുപാട് പേര് സൗണ്ട് ഇല്ല എന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് പറഞ്ഞിരുന്നു. അത് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഫസ്റ്റ് ടൈമായിട്ട് ചെയ്ത വീഡിയോ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ക്ഷമിക്കുക. അത് ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുക, അല്ലെങ്കിൽ അതിൽ ടെക്സ്റ്റായിട്ട് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, അത് കണ്ട് പഠിക്കുക. അപ്പോൾ പുതിയ വീഡിയോസൊക്കെ അത്യാവശ്യം സൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിന്ന് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്നുള്ള ഏരിയ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്? ദീസ് ആർ സർട്ടൻ ഡോക്യുമെൻറ്റ്സ് വിച്ച് ആർ ഫ്രീലി യൂസ്ഡ് ഇൻ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ. കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷന് യൂസ് ചെയ്യുന്ന സർട്ടൻ ഡോക്യുമെൻറ്റ്സിനാണ് എന്ത് പറയുന്നത്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷന് ഫ്രീലി യൂസ് ചെയ്യുന്നത്, അതായത് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷന് ട്രാൻസ്ഫറബിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഇൻസ്ട്രുമെൻറ്റ് അല്ലെങ്കിൽ കുറച്ച് ഡോക്യുമെൻറ്റ്സിനാണ് എന്ത് പറയുന്നത്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 3 ടൈപ്പാണ് ഉള്ളത്. ഒന്ന് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രൊമിസറി നോട്ട്സ്, അതുപോലെ തന്നെ ചെക്ക്. പ്രധാനമായിട്ടുള്ളതാണ് 3 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 3 എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചിരിക്കണം. ഈ ഒരു വീഡിയോയിൽ പ്രൊമിസറി നോട്ട്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് വിത്ത് ഡേറ്റ് പഠിച്ചു വെക്കണം കേട്ടോ. 1881 ഡിസംബർ 9 എന്ത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് പാസ്സാക്കിയത്. ആക്ട് ക്ലിയർ ആയില്ലേ? ഡിസംബർ 9 1881 1881 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ടിൻ്റെ ഇയർ പഠിക്കാൻ എല്ലാവർക്കും എളുപ്പമെന്ന് വിചാരിക്കുന്നു. 1881 1881. പിന്നെ ഡിസംബർ 1 1/8 ആ ഒരു മീനിങ്ങിൽ ഡിസംബർ 9 എന്ന് പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ ഇറ്റ് ഈസ് എൻഫോഴ്സ്ഡ് ഇൻ ദ ഇയർ. എന്നാണ് ഇത് നിലവിൽ വന്നത്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് നിലവിൽ വന്നത് 1882 മാർച്ച് 1 ഇതും പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. മാർച്ച് 1 ഏപ്രിൽ 1 മാർച്ച് 1 1882 മാർച്ച് 1 ഇത് നിലവിൽ വന്നത്. ഓപ്ഷനിൽ ഡേറ്റ് ഉണ്ടായിരുന്നു. 1882 ഏപ്രിൽ 1 ഉണ്ടായിരുന്നു, 1882 മാർച്ച് 1 ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ഓപ്ഷൻ കൊടുത്തിരുന്നത്. അപ്പോൾ ഡേറ്റ്, ഇയർ വിത്ത് ഡേറ്റ് കറക്റ്റ് പഠിച്ചു വയ്ക്കുക. ഇത് ആക്ട് പാസ്സാക്കിയത് 1881 ഡിസംബർ 9, നിലവിൽ വന്നത് 1881 മാർച്ച് 1. ഓക്കെ, ക്ലിയർ ആയില്ലേ? ദെൻ ഇത് അമെൻമെൻറ്റ് നടത്തിയത് 1989 2002 ഇത് അമെൻമെൻറ്റ് നടത്തിയിട്ടുണ്ട്. അത് ഇവിടെ നോട്ട് ചെയ്തിട്ടില്ല. 1989 2002 അമെൻമെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഈ ആക്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് അമെൻമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഫീച്ചേഴ്സ് നോക്കാം നമുക്ക്. അതിൽ ഫസ്റ്റാണ് ട്രാൻസ്ഫറബിൾ ആണ്. നമ്മൾ പറഞ്ഞു ഇത് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പേഴ്സൺ മറ്റൊരു പേഴ്സണിലേക്ക് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഈ ഡോക്യുമെൻറ്റ്സൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പിന്നെ പറഞ്ഞിട്ട് ക്രിയേറ്റ്സ് റൈറ്റ് ഇൻ ഫേവർ ഓഫ് എ പേഴ്സൺ. ഈ ഒരു ഡോക്യുമെൻറ്റ്സ് ഉണ്ടാകുമ്പോൾ ഒരാൾക്ക് എന്തിട്ട് ഒരു അവകാശമാണ് ഇതിലൂടെ കിട്ടുന്നത്. നെക്സ്റ്റ് പറയുന്നത് റിട്ടൺ ഡോക്യുമെൻ്റ് ആയിരിക്കും. ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു റിട്ടൺ ആയിട്ടുള്ള ഡോക്യുമെൻ്റാണ്. റിട്ടൺ ഡോക്യുമെൻ്റ് ആയിരിക്കും. ഒരു ഓറൽ ആയിട്ടുള്ള അഗ്രിമെൻ്റ് ഒന്നും ഇതിൽ പെടില്ല, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൽ പെടില്ല. അതൊരു റിട്ടൺ ആയിട്ടുള്ള ഫോർമാറ്റിൽ തന്നെ എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്തിരിക്കണം. ദെൻ റിക്കവർ യുവർ റൈറ്റ് ഓഫ് ആക്ഷൻ. അതായത് നമുക്കിതൊരു ലീഗൽ ഡോക്യുമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? റിക്കവറി അല്ലെങ്കിൽ റൈറ്റ് ഓഫ് ആക്ഷൻ, നമുക്കതിനെതിരെ ആക്ഷൻ എടുക്കാനുള്ള റൈറ്റ്സൊക്കെ നമുക്ക് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത്
ഇറ്റ്സ് മണി ഓർ മണി ഈക്വലൻസ്. എന്തായിരിക്കും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്? പണം അല്ലെങ്കിൽ പണപരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഷുഡ് ബി ആൻ അൺകണ്ടീഷണൽ ഓർഡർ. ഇതെങ്ങനെയായിരിക്കണം? ഒരു കണ്ടീഷൻ ഒന്നും ഇവിടെ വെക്കാൻ പാടില്ല. ഇതൊരു അൺകണ്ടീഷണൽ ഓർഡർ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഐ വിൽ പേ ₹1000 ടു മിസ്റ്റർ രാജു ആഫ്റ്റർ ഹിസ് മാരേജ്. ഒരു എക്സാമ്പിളാണ്. അപ്പോൾ രാജുവിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ രാജുവിന് 5000 രൂപ കൊടുക്കാമെന്ന് പറയുകയാണ്. ഇതൊരു വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റ് ആണോ അല്ലയോ? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റിൻ്റെ കേസിൽ ഐ വിൽ പേ ₹5000 ടു മിസ്റ്റർ രാജു ആഫ്റ്റർ ഹിസ് മാരേജ്. ഇതെന്താണ്? ഇതൊരു വാലിഡ് ആയിട്ടുള്ള കാര്യമല്ല. കാരണം ഇവിടെ ഒരു കണ്ടീഷൻ വരുന്നുണ്ട്. കാരണം ആഫ്റ്റർ ഹിസ് മാരേജ്, അവൻ്റെ കല്യാണത്തിന് ശേഷം ഞാൻ 5000 രൂപ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അത് മേ ഓർ മേ നോട്ട് ഹാപ്പൻ. അത് ചിലപ്പോൾ സംഭവിക്കാം, ചിലപ്പോൾ സംഭവിച്ചില്ല എന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു കണ്ടീഷനാണ്. അപ്പോൾ ഒരിക്കലും ഒരു കണ്ടീഷൻ എന്തല്ല, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് അല്ല, അതൊരു അൺകണ്ടീഷണൽ ഓർഡർ ആയിരിക്കണം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത്. നെക്സ്റ്റ് സ്റ്റാമ്പ് ചെയ്തിരിക്കണം, സൈൻ ചെയ്തിരിക്കണം, അതൊക്കെ ചെയ്തിരിക്കണം. ഒക്കെ ഓരോ ഡോക്യുമെൻറ്റ്സും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഒരു ബേസിക് ആയിട്ടുള്ള എല്ലാ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെയും പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ്. ഇറ്റ് ക്രിയേറ്റ്സ് റൈറ്റ്സ് ഇൻ ഫേവർ ഓഫ് എ പേഴ്സൺ, റിട്ടൺ ഡോക്യുമെൻറ്റ്, റിക്കവറി യുവർ റൈറ്റ് ഓഫ് ആക്ഷൻ, മണി ഓർ മണി ഇക്വലൻസ്, അൺകണ്ടീഷണൽ ഓർഡർ, മസ്റ്റ് ബി സ്റ്റാമ്പ്ഡ് ആൻഡ് സൈൻഡ്. ഓക്കെ, നെക്സ്റ്റ് ആണ് പ്രൊമിസറി നോട്ട്സ് അല്ലേ. എന്താണ് പ്രൊമിസറി നോട്ട്സ് എന്ന് പറയുന്നത്? ഒരു സെക്ഷൻ നോട്ട് ചെയ്യണം. ഇവിടെ നോട്ട് ചെയ്തിട്ടില്ല. സെക്ഷൻ 4, സെക്ഷൻ 4 BR ആക്ട് അല്ല, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 1881 സെക്ഷൻ 4 പ്രൊമിസറി നോട്ടിനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 4 പ്രൊമിസറി നോട്ട്, 5 ബിൽ ഓഫ് എക്സ്ചേഞ്ച്, 6 ചെക്ക്. ഓക്കെ, ഓർത്ത് വയ്ക്കുക. 4 പ്രൊമിസറി നോട്ട് 4. ഓക്കെ, സെക്ഷൻ 4 ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 1881 ഡീൽസ് വിത്ത് പ്രൊമിസറി നോട്ട്സ്. അപ്പോൾ നമുക്ക് എന്താണ് പ്രൊമിസറി നോട്ട്സ് നോക്കാം. ഇറ്റ് ഈസ് എ റിട്ടൺ പ്രോമിസ് ടു പേ ഡെപ്റ്റ്. അതാണ് പ്രൊമിസറി നോട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ റിട്ടൺ പ്രോമിസ്. ഇതൊരു റിട്ടൺ പ്രോമിസാണ്. എന്താണ്? ആ കടം തന്ന പൈസ തിരിച്ചു തരാമെന്ന് പറയുന്നത് റിട്ടൺ പ്രോമിസാണ് പ്രൊമിസറി നോട്ട് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ആൻഡ് സൈൻഡ് ബൈ മേക്കർ ആൻഡ് ഡ്രോവർ. ഓക്കെ, ഇറ്റ് പ്രിപ്പയർഡ് ആൻഡ് സൈൻഡ് ബൈ ദ മേക്കർ, ഡ്രോവർ ഓർ ഡെപ്റ്റർ. ഇത് പ്രിപ്പയർ ചെയ്യുന്നതും സൈൻ ചെയ്യുന്നതും ആരാണ്? അതിൻ്റെ മേക്കർ. അത് ഈ പ്രൊമിസറി നോട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ് മേക്കർ എന്ന് പറയുന്നത്. മേക്കർ എന്നും പറയും, ഡ്രോവർ എന്നും പറയും, ഡെപ്റ്റർ എന്നും പറയും. ഈ 3 പേരിൽ അറിയപ്പെടുന്നുണ്ട്. അയാൾ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക? ഇത് സൈൻ ചെയ്യുകയും ചെയ്യുക. നെക്സ്റ്റ് ആണ് പേയി ഓർ ക്രെഡിറ്റർ. ഹു ഈസ് പേയി അല്ലെങ്കിൽ ക്രെഡിറ്റർ എന്ന് പറയുന്നത് ആരാ? ദ പേഴ്സൺ ടു ഹും ദ മണി ഈസ് പെയ്ഡ്. ആർക്കാണോ പണം കൊടുക്കാനുള്ളത് ആ വ്യക്തിയാണ് പേയ്. ആർക്കാണോ പണം കൊടുക്കാനുള്ളത് ആ വ്യക്തിനെ എന്ത് പറയുക? പേയ് അല്ലെങ്കിൽ ക്രെഡിറ്റർ എന്ന് പറയുക. ഓക്കെ, ദെൻ എത്ര പാർട്ടീസ് ഉണ്ടായിരിക്കും ഒരു പ്രൊമിസറി നോട്ട്സിൽ? 2 പാർട്ടില്ലേ? പ്രൊമിസറി നോട്ട്സ് എന്ന് പറഞ്ഞാൽ 2 വേർഡല്ലേ. അപ്പോൾ ആ ഒരു മീനിങ്ങിൽ പഠിച്ചേക്ക് 2 പാർട്ടീസ് അതിലുണ്ടായിരിക്കുക, പ്രൊമിസറി നോട്ടിൽ ഉണ്ടായിരിക്കുക, 2 പാർട്ടീസ്. ദെൻ ഇറ്റ്സ് പ്രോപ്പർലി സ്റ്റാമ്പ്ഡ്, പ്രോപ്പറായിട്ട് സ്റ്റാമ്പ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ആക്സെപ്റ്റൻസ് ഇസ് നോട്ട് പേഡ്. ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റർ അതിൻ്റെ താഴെ സൈൻ ചെയ്യണം. അതാണ് ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ആവശ്യം പ്രൊമിസറി നോട്ടിലില്ല. അപ്പോൾ ഡെപ്റ്റർ മാത്രം സൈൻ ചെയ്താൽ മതിയാവും, ക്രെഡിറ്റർ സൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ആക്സെപ്റ്റൻസ് ഈസ് നോട്ട് റിക്വയർഡ് എന്നുള്ള പോയിൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ റിട്ടൺ പ്രോമിസ് ടു പേ ഡെപ്റ്റ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ആൻഡ് സൈൻഡ് ബൈ ദ മേക്കർ. ഇവിടെ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ആൾ ഡെപ്റ്ററാണ്. ഓർത്ത് വയ്ക്കുക, ഡെപ്റ്ററാണ് പ്രൊമിസറി നോട്ട് ക്രിയേറ്റ് ചെയ്യുക. ഡെപ്റ്റർ, ഡ്രോവർ അല്ലെങ്കിൽ മേക്കർ. ദെൻ പേ എന്ന് പറയുന്നത് ടു ഹും ദ എമൗണ്ട് ഈസ് പെയ്ഡ്, ദാറ്റ് ഈസ് പേ ഓർ ക്രെഡിറ്റർ. ദെൻ ദർ ആർ 2 പാർട്ടീസ്. ഓക്കെ, ദെൻ should be properly stamped and acceptance is not required in the case of promissory note. Okay, section 4 of promissory negotiable instrument act deals with promissory note, section 4. Okay, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിളിലൂടെ പറയാം. ഇവിടെ ഞാൻ ജസ്റ്റ് 2 പിക്ചർ വരച്ചിട്ടുണ്ട്. ഫസ്റ്റ് പിക്ചർ ഡ്രോവറാണ്. ഡ്രോവർ, ഡെപ്റ്റർ അല്ലെങ്കിൽ മേക്കർ എന്ന് പറയും ഫസ്റ്റ് പിക്ചറിൽ. സെക്കൻഡ് പിക്ചറിൽ ക്രെഡിറ്റർ അല്ലെങ്കിൽ പേയ് ആണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ എന്താണ് പ്രൊമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ? അല്ല, ഫസ്റ്റ് പിക്ചറിൽ കണ്ട ആ ഒരു വ്യക്തി എന്ത് ചെയ്യാണ്? ക്രെഡിറ്ററോട് പറയാണ്, എനിക്ക്
ഒരു 5,000 റുപ്പീസ് എന്ത് ചെയ്യാണ്, കടം വാങ്ങുകയാണ്. അപ്പോൾ ഇതിൽ ഒരു ഡോക്യുമെൻറ്റിൽ എഴുതുകയാണ്, ഞാൻ ഇന്ന ഡേറ്റിന് അല്ല, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ജനുവരി 15, 2020 ഞാൻ എന്ത് ചെയ്യാം, ഒരു 5,000 രൂപ എനിക്കിന്ന് തരികയാണെങ്കിൽ ഞാനത് തിരിച്ച് തന്നോളാം. അതുപോലെ തന്നെ അത് പേരെഴുതി അത് സൈൻ ചെയ്തിട്ട് കൊടുക്കും. എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ്, ആ എമൗണ്ടിൻ്റെ ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ പ്രൊമിസറി നോട്ടിൻ്റെ ഡോക്യുമെൻറ്റ്സിലുണ്ടായിരിക്കും. അതൊരു ലീഗൽ ഡോക്യുമെൻ്റ് ആയിരിക്കും. അത് എഴുതിയിട്ട് എന്ത് ചെയ്യുകയാണ്, ഈ ഡെപ്റ്ററിന് എന്ത് ചെയ്യും, സൈൻ ചെയ്യും. അതിൽ ക്ലിയർ ആയില്ലേ? ഡെപ്റ്റർ എന്തെഴുതും, 5,000 റുപ്പീസ് എന്ത് ചെയ്യും, ഇന്ന ഡേറ്റിന് ഇന്ന എമൗണ്ട് തിരിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഒരു ഡോക്യുമെൻറ്റിൽ എഴുതി സൈൻ ചെയ്യും. അതാണ് പ്രൊമിസറി നോട്ട് എന്ന് പറയുന്നത്. ഇതുണ്ടാക്കുന്ന ആൾ തന്നെ ആയിരിക്കും കടക്കാരൻ, കടം വാങ്ങുന്ന ആളെന്ന് പറയുന്നത്. അയാൾ തന്നെ ആയിരിക്കും ആ ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്ത് സൈൻ ചെയ്യുക. ക്ലിയർ ആയില്ലേ? ആ എമൗണ്ട് ക്രെഡിറ്റർക്കാണ് കൊടുക്കാനുള്ളത്. ക്രെഡിറ്റർ അല്ലെങ്കിൽ പേ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നാണ് ഈ ഒരു എമൗണ്ട് കടം വാങ്ങുന്നത്. അത് എന്ത് ചെയ്യണം, ആ പ്രൊമിസറി നോട്ടിൻ്റെ മെച്യൂരിറ്റി ഡേറ്റിൽ ആ എമൗണ്ട് ഡ്രോവർ അല്ലെങ്കിൽ ഡെപ്റ്റർ എന്ത് ചെയ്യണം, ക്രെഡിറ്റർക്ക് പേ ചെയ്തിരിക്കണം. ക്ലിയർ ആയില്ലേ? ഒന്നുമില്ല, ജസ്റ്റ് കടം വാങ്ങുമ്പോൾ എന്ത് ചെയ്യണം, കടം വാങ്ങുന്ന വ്യക്തി എന്ത് ചെയ്യാണ്, ഒരു ഡോക്യുമെൻ്റ് എഴുതുകയാണ്, ഞാൻ ഇന്ന ഡേറ്റിന് ഇന്ന ദിവസം ഇന്ന എമൗണ്ട് തിരിച്ച് തന്നോളാം എന്ന് പറഞ്ഞിട്ട് ഒരു റിട്ടേൺ പ്രോമിസ് എഴുതിയിട്ട് അതിൽ സൈൻ ചെയ്തിരിക്കണം. അതിനെയാണ് പ്രൊമിസറി നോട്ട് എന്ന് പറയുന്നത്. ഡേയ്സ് ഓഫ് ഗ്രേസ് അലൗഡ് ഇൻ ദ കേസ് ഓഫ് പ്രൊമിസറി നോട്ട് ഈസ് 3. ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന് പറഞ്ഞപ്പോൾ മെച്യൂരിറ്റി ഡേറ്റ് നമ്മൾ പറഞ്ഞു ജനുവരി 15 പറഞ്ഞു. അത് കഴിഞ്ഞിട്ടൊരു മൂന്ന് ഡേയ്സും കൂടി എന്ത് ചെയ്യുക, അനുവദിച്ച് കൊടുക്കുക. ആ എമൗണ്ട് തിരിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു 3 ദിവസം കൂടി എക്സ്ട്രാ അനുവദിച്ച് കൊടുക്കുക. അതാണ് ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത്. അതാണ് ഡേയ്സ് ഓഫ് ഗ്രേസ്. നെക്സ്റ്റ്, നോട്ടിങ് ഈസ് നോട്ട് നെസസറി ഓൺ ഡിസോണർ. ഇൻ കേസ് പ്രൊമിസറി നോട്ട് ഡിസോണർ ആവുകയാണെങ്കിൽ എന്ത് വേണ്ട, നോട്ടിങ്ങിൻ്റെ ആവശ്യമല്ല. നോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ദ ആക്ട് ഓഫ് റെക്കോർഡിംഗ് ദ ഫാക്ട് ഓഫ് ഡിസോണർ ഓഫ് എ വിൽ ബൈ നോട്ടറി പബ്ലിക്കിൽ എന്ത് ചെയ്യാണ്, ഡിസോണർ ആയി എന്നുള്ളൊരു കാര്യം എന്ത് ചെയ്യാണ്, റെക്കോർഡ് ചെയ്യുന്നതിനാണ് നോട്ടിംഗ് എന്ന് പറയുന്നത്. അതിന് സെപ്പറേറ്റ് വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാൻ നോട്ടിംഗ് ആൻഡ് പ്രൊട്ടസ്റ്റിങ്ങിനെ കുറിച്ചിട്ട്. അപ്പോൾ നോട്ടിങ്ങിൻ്റെ ആവശ്യം എവിടെ, ഇൻ കേസ് പ്രൊമിസറി നോട്ട് ഡിസോണർ ആവുകയാണെങ്കിൽ നോട്ടിങ്ങിൻ്റെ ആവശ്യം എവിടെ അല്ല, പ്രൊമിസറി നോട്ടിലില്ല. അപ്പോൾ ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് പറയുന്നത് ദ ലാബിലിറ്റി ഓഫ് ദ ഡെപ്റ്റർ ഈസ് പ്രൈമറി ആൻഡ് അബ്സല്യൂട്ട്. ലാബിലിറ്റി എങ്ങനെയായിരിക്കും ഡെപ്റ്ററിൻ്റെ, പ്രൈമറി ആൻഡ് അബ്സല്യൂട്ട് ആയിരിക്കും ഡെപ്റ്റർ അല്ലെങ്കിൽ ഡ്രോവർ അല്ലെങ്കിൽ മേക്കറിൻ്റെ ലാബിലിറ്റി. അപ്പോൾ ക്ലിയർ ആയില്ലേ? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 2 പാർട്ടീസാണ്. അവിടെ ഡെപ്റ്ററാണ് എന്ത് ചെയ്യുന്നത്, പ്രൊമിസറി നോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് പേ ചെയ്യേണ്ടത് ക്രെഡിറ്റർക്കായിരിക്കും. ഇത് പേരെഴുതി സൈൻ ചെയ്യേണ്ടത് ആരായിരിക്കും, ഡെപ്റ്റർ ആയിരിക്കും. ദെൻ ഇവിടെ ആക്സെപ്റ്റൻസിൻ്റെ ആവശ്യമില്ല, ഇവിടെ ക്രെഡിറ്റർ എഴുതി സൈൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയാണ് പ്രൊമിസറി നോട്ടിൻ്റെ കേസ് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ താങ്ക് യു.